ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 ഐഡന്റിറ്റി സർവ്വസമവാക്യങ്ങൾ എന്ന ചാപ്റ്റർ ആണ്. അതിലെ സ്ക്വയേഴ്സ് ഓഫ് സം എന്ന് പറഞ്ഞ സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോ സ്ക്വയേഴ്സ് ഓഫ് സം, തുകകളുടെ വർഗം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? രണ്ട് നമ്പേഴ്സ്, അതിന്റെ തുകകളുടെ വർഗം കാണാനുള്ള ഐഡന്റിറ്റീസ് ആണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സർവ്വസമവാക്യം കണ്ടെത്തുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പിന്നീട് അത് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ പ്രോബ്ലംസ് ചെയ്യും. അപ്പോ സ്ക്വയേഴ്സ് ഓഫ് സം എന്ന് പറയുമ്പോൾ രണ്ട് നമ്പേഴ്സ് ആണ് നമുക്ക് എടുക്കണം. ഓൾജിബ്രായിക്കലി നമ്മൾ ആദ്യം ഇത് പ്രൂവ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് നമ്പേഴ്സ് എടുക്കുക എന്ന് പറയുമ്പോൾ രണ്ട് നമ്പേഴ്സ് എക്സ് എന്നും വൈ എന്നും പറഞ്ഞിട്ട് രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ തുകകൾ കണ്ട് അതിന്റെ വർഗ്ഗമാണ് നമുക്ക് കണ്ടത്. തുകകളുടെ വർഗ്ഗം എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അല്ലേ നമുക്ക് കാണേണ്ടത്? അതെ. അപ്പൊ ഇതെങ്ങനെ കാണും? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാല് നമുക്ക് ഇതിനെ മാറ്റിയിട്ട് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാലോ അല്ലെ? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ നമ്മൾ എക്സ് പ്ലസ് വൈ രണ്ട് പ്രാവശ്യം കുടിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇതിനെ ഇനി എങ്ങനെ മാറ്റി എഴുതാം? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. എക്സ് ഇത് നമ്മൾ ഐഡന്റിറ്റി മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് രണ്ട് നമ്പേഴ്സിന്റെ സമ്മുകളുടെ പ്രോഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യും? ഫസ്റ്റ് നമ്പർ എടുക്കും, സെക്കൻഡ് ബ്രാക്കറ്റിലെ ഓരോ സംഖ്യകളെയും ഗുണിച്ചിട്ട് ആഡ് ചെയ്യും. അതേപോലെ തന്നെ സെക്കൻഡ് നമ്പർ എടുത്തു, ഈ ബ്രാക്കറ്റിലത്തെ രണ്ട് നമ്പേഴ്സിനെയും സെപ്പറേറ്റ് ഗുണിച്ച് ആഡ് ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. ഇനി എക്സ് ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ പ്ലസ് എക്സ് വൈ. അടുത്തത് എന്താണ്? പ്ലസ് y ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോ വൈ എക്സ്. ഇനിയോ y ഇൻറ്റു വൈ എന്ന് പറയുമ്പോ പ്ലസ് വൈ സ്ക്വയർ. ഇങ്ങനെ കിട്ടി. ഇതിൽ നമുക്ക് മാറ്റി എഴുതാലോ. എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ എക്സ്. എക്സ് വൈ പ്ലസ് വൈ എക്സ് എന്നുള്ളതിനെ നമുക്ക് വീണ്ടും എക്സ് വൈ തന്നെ മാറ്റി എഴുതാലോ. വൈ എക്സ് എന്ന് പറഞ്ഞാലും എക്സ് വൈ എന്ന് പറഞ്ഞാലും സെയിം ആണ്, ഗുണനല്ലേ. അപ്പൊ അങ്ങനെ എഴുതാം, പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതി. ഇതിനെങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? 2xy ആണ് അല്ലേ? രണ്ട് എക്സ് വൈ ആഡ് ചെയ്താൽ 2 ഇൻറ്റു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടി എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. അപ്പൊ ഈ ഐഡന്റിറ്റി നമ്മൾ കാണാതെ തന്നെ പഠിച്ചു വെക്കണം. എന്താണ് ഐഡന്റിറ്റി? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ, രണ്ട് നമ്പേഴ്സുകളുടെ സമ്മിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പർ എടുക്കുക, സ്ക്വയർ കാണുക, പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ അല്ലെ? 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കാണുക, അതിന്റെ ഡബിൾ ആണ് എടുക്കുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ. അങ്ങനെയല്ലേ എടുത്തത്? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. എളുപ്പല്ലേ? ഇതിനി ഒരിക്കലും മറക്കരുത്. ഇതുവരെ നമ്മൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും കിട്ടണം ഈ ഐഡന്റിറ്റി. അപ്പൊ ഇതും കാണാപ്പാടം ശരിക്കും പഠിച്ചു വെക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പം തന്നെയല്ലേ? നമ്മൾ ഈ അറേഞ്ച്മെന്റ് ഒന്ന് നോക്കിയാൽ മതി. എന്താ ചെയ്യുന്നത്? ഫസ്റ്റത്തെ നമ്പർ എടുക്കുക, സ്ക്വയർ എടുക്കുക, രണ്ട് കൊണ്ട് രണ്ട് നമ്പേഴ്സിനെയും ഗുണിക്കുന്നുണ്ട്. രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിനെ 2 കൊണ്ട് ഗുണിക്കുന്നുണ്ട്, ഡബിൾ ആണ് എടുക്കുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ എടുത്തു. ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറെ നമ്പേഴ്സിന്റെ സ്ക്വയർ ഒക്കെ എളുപ്പത്തിൽ കാണാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിതാ 75 ഇതിന്റെ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. ഗുണിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഈ 75 നമുക്ക് മാറ്റിയിട്ട് 70 പ്ലസ് 5 എന്ന് എഴുതാലോ. എഴുതാം, ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി ഇതായി ഐഡന്റിറ്റിയിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ ആദ്യം എടുക്കണം. അപ്പൊ 70 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 70 ഇൻറ്റു 5 അല്ലെ? രണ്ട് നമ്പേഴ്സിനെ 2 കൊണ്ട് ഗുണിച്ചു, രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിനെ 2 കൊണ്ട് ഗുണിച്ചു, പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ ഈക്വൽ ടു 70 സ്ക്വയർ. എങ്ങനെ കാണുക? 7 സ്ക്വയർ എത്രയാണ്? 49. 70യുടെ ഏതുകൊണ്ട് രണ്ട് പ്രാവശ്യം 0 ഇട്ട് കൊടുക്കണം, പ്ലസ് 2 ഇൻറ്റു 70 ഇൻറ്റു 5. 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10. 10 ഇൻറ്റു 70 എന്ന് പറയുമ്പോൾ 700 പ്ലസ് 5 സ്ക്വയർ എത്രയാണ്? 25. ഇനി ഇത് ആഡ് ചെയ്താൽ മതിയല്ലോ. എത്ര വരിക?
4900 പ്ലസ് 700 പ്ലസ് 25 എന്ന് പറയുമ്പോൾ 5 2 9 7 16 ബാലൻസ് 1 5 1 4 നമുക്ക് കിട്ടിയ ആൻസർ 5625 ആൻസർ കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഏത് നമ്പർ വന്നാലും നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് സ്ക്വയർ കാണാനായിട്ട് പറ്റും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇനി ഫ്രാക്ഷൻസ് വന്നാലും നമുക്ക് എളുപ്പത്തിൽ കാണാം. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ തന്നെ പറയാം. 10 and half കാണണം. എന്ത് ചെയ്താൽ മതി? 10 and half എന്ന് പറയുമ്പോൾ 10 പ്ലസ് ഹാഫ് ആണ്. 10 എന്ന് പറയുമ്പോൾ 10 കൂടെ ആരെ കൂട്ടിയതാണ്. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു ഹാഫ്. 2 കൊണ്ട് രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിനെ ഗുണിച്ചു പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ, അതായത് ഹാഫ് സ്ക്വയർ. എങ്ങനെയാണ്? 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. പ്ലസ് 2ഉം 2ഉം ക്യാൻസൽ ചെയ്യും, ബാക്കി 10 ആണുള്ളത്. ഇപ്പൊ 10 പ്ലസ് 1/2 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പൊ 1/4 കിട്ടി. 100 പ്ലസ് 10 110 പ്ലസ് 1 പ്ലസ് 1/4, അതായത് 110 1/4 കിട്ടി. മനസ്സിലായല്ലോ? 110 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 110 ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പോ എളുപ്പത്തിൽ തന്നെ ഇതേപോലത്തെ നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയർ കാണാലോ. ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക, സ്ക്വയർ കണ്ടെത്തുക, ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ട് സ്ക്വയർ കണ്ടെത്തുക. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 72 വരുന്ന പ്രോബ്ലംസ് ആണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതിൽ ചോദിച്ചിരിക്കുന്നു, നൗ കമ്പ്യൂട്ട് ദ സ്ക്വയേഴ്സ് ഓഫ് ദീസ് നമ്പേഴ്സ് ഇൻ ഹെഡ്. കുറച്ച് നമ്പേഴ്സ് വന്നിട്ട് അതിന്റെ സ്ക്വയേഴ്സ് ആണ് കാണേണ്ടത്. ഫസ്റ്റ് കാണേണ്ടത് 52ന്റെ സ്ക്വയർ ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പ്രോബ്ലം 52 സ്ക്വയർ. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? നമ്മള് 52നെ മാറ്റിയിട്ട് നമ്മൾ എങ്ങനെ എഴുതും? 50 പ്ലസ് 2 എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതും. അതിന്റെ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഹോൾ സ്ക്വയർ. പിന്നെ ഇത് എങ്ങനെ ചെയ്യും? 50 പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്പർ അതെടുത്ത് അതിന്റെ സ്ക്വയർ കാണുക പ്ലസ് 2 ഇൻറ്റു 50 ഇൻറ്റു 2 അല്ലെ? 2 ഇൻറ്റു xy എന്നുള്ള രൂപത്തിലല്ലേ? അപ്പൊ 2 ഇൻറ്റു 50 ഇൻറ്റു 2. അപ്പൊ 2 ഇൻറ്റു 50 ഇൻറ്റു 2 എഴുതി പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ അതെടുത്ത് എഴുതി വിച്ച് ഇസ് ഈക്വൽ ടു 50 സ്ക്വയർ. എങ്ങനെ ചെയ്യും? നമ്മൾ ആദ്യം 5 സ്ക്വയർ കാണാം. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. 50 ഇൻറ്റു 50 ആണ്. അപ്പൊ അതിൽ 2 പൂജ്യം ഉണ്ട്. 50 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ 2 പൂജ്യങ്ങളില്ല. അപ്പൊ 2 പൂജ്യം ഇട്ട് കൊടുത്തു പ്ലസ് ഇനി 2 ഇൻറ്റു 50 ഇൻറ്റു 2 നമ്പേഴ്സ് ഒക്കെ കൂടിയിട്ട് ആദ്യം നമുക്ക് ഗുണിക്കാം. 2 ഇൻറ്റു 5 10 10 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 20. ഇവിടെ 50 ആണ് അല്ലെ? ഒരു പൂജ്യം കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുക്കണം. 200 കിട്ടി. പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. ഇനി ഇത് ആഡ് ചെയ്യാലോ. 2500 പ്ലസ് 200 എന്ന് പറയുമ്പോൾ 2700. 2700 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 2704. നമുക്ക് ആൻസർ കിട്ടി 2704. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് 105യുടെ സ്ക്വയർ ആണ് കാണേണ്ടത് കേട്ടോ. 105ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 105 എന്ന് പറയുമ്പോൾ 100 പ്ലസ് 5 ആണ്. അതിന്റെ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. ഇനി എങ്ങനെ ചെയ്യും? ആദ്യം നമ്മൾ 100 സ്ക്വയർ എടുക്കും പ്ലസ് 2 ഇൻറ്റു 100 ഇൻറ്റു 5. 2 ഇൻറ്റു പെട്ടെന്ന് തന്നെ എഴുതാം. 2 ഇൻറ്റു 100 ഇൻറ്റു 5 പ്ലസ് 5 സ്ക്വയർ. 5 സ്ക്വയർ അത് എഴുതി വിച്ച് ഇസ് ഈക്വൽ ടു 100 സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു 100 ആണ്. അപ്പൊ 100 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 2 പൂജ്യം കൂടി വരും അല്ലെ? അപ്പൊ 10,000 കിട്ടി. പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു 5. 2 ഇൻറ്റു 1 2 2 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 10. 2 പൂജ്യം ഉള്ളത് അതെടുത്ത് എഴുതി പ്ലസ് 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. ആഡ് ചെയ്യുക. 10,000 പ്ലസ് 1000 എത്രയാണ്? 11,000. 11,000 പ്ലസ് 25 എത്രയാണ്? 11,025 അല്ലെ? ആൻസർ കിട്ടി 11,025. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം 20 and half ആണ് പറഞ്ഞിട്ടുള്ളത്. 20 and half അതിന്റെ സ്ക്വയർ ആണ് കിട്ടേണ്ടത്. നമ്മൾ എന്ത് ചെയ്യും? 20 and halfനെ നമ്മൾ 20 പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതി ഹോൾ സ്ക്വയർ എഴുതി. ഈക്വൽ ടു ആദ്യം എന്ത് ചെയ്യും? 20 സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4 ആണ്. അപ്പൊ 20യുടെ സ്ക്വയർ ആകുമ്പോൾ 20 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 2 പൂജ്യം അല്ലേ? നമ്മൾ 2 പൂജ്യം ഇട്ട് കൊടുത്തു പ്ലസ്
2 into 20 into half. 2 into 20 into half. ഇവിടെ നോക്കി 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. രണ്ട് 2കൾ വന്നിട്ടുണ്ട്. പ്ലസ് ഹാഫിന്റെ സ്ക്വയർ അല്ലേ, ഈക്വൽ ടു എത്ര വരും? 400 പ്ലസ് 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി ഇനി 20 into 1 ആണ്. അപ്പൊ നമുക്ക് 20 തന്നെ കിട്ടി. പ്ലസ് ഹാഫിന്റെ സ്ക്വയർ, ഹാഫിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ 1 തന്നെയാണ്. ബൈ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അതെഴുതി. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരിക? 400 പ്ലസ് 20, 420 ഈക്വൽ ടു 420 പ്ലസ് 1/4 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് ചുരുക്കിയിട്ട് എങ്ങനെ എഴുതാം? 420 1/4, 420 നമുക്ക് ആൻസർ കിട്ടി. അപ്പോ അത്രയും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് ഡെസിമൽ ആണ് കേട്ടോ. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 10.2ന്റെ സ്ക്വയർ ആണ് കേട്ടോ. 10.2 സ്ക്വയർ ആണ് കാണേണ്ടത്. നമ്മൾ എങ്ങനെ ചെയ്യും? 10.2നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 പ്ലസ് 0.2 എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലെ. 10 പ്ലസ് 0.2 ആണ് 10.2. 10 പ്ലസ് 0.2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതി. ഇനി എന്ത് ചെയ്യും? നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും. 10 സ്ക്വയർ ആദ്യം എടുക്കണം. പ്ലസ് 2 into 10 into 0.2, 2 into 10 into 0.2 പ്ലസ് 0.2ന്റെ സ്ക്വയർ എടുക്കണം. അതെടുത്തു. ഈക്വൽ ടു 10 സ്ക്വയർ എത്രയാണ്? 100 പ്ലസ് 2 into 10 20, 20 into 0.2 ആണ്. പ്ലസ് 0.2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.2 into 0.2 ആണ് നമ്മൾ കാണുന്നത്. 2 into 2 4 ആണ് ആൻസർ വരിക. ഇവിടെ പോയിന്റിന് ശേഷം രണ്ട് സംഖ്യകളുണ്ട്. ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പൊ മൊത്തം രണ്ട് സംഖ്യകളുണ്ട് ഗുണനത്തില്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 4ന്റെ ബാക്കിലേക്ക് രണ്ട് സംഖ്യകൾ ഇപ്പുറത്തേക്കാണ് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഒരു സ്ഥാനം ഇങ്ങോട്ട് നീക്കി, രണ്ട് സ്ഥാനം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 0 ഇട്ടിട്ട് വേണം ഇവിടെ പോയിന്റ് അല്ലേ. ഇങ്ങനെ പോയിന്റിന് ശേഷം ഇപ്പൊ രണ്ട് സംഖ്യ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മളത് കാണുന്നത്. 0.04 അതെടുത്ത് എഴുതി. വിച്ച് ഇസ് ഈക്വൽ ടു 100 പ്ലസ് 20 into 0.2 ഉണ്ടല്ലേ, 20 into 2 അല്ലെങ്കിൽ 20 into 0.2 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? പോയിന്റിനെ ഒഴിവാക്കിയിട്ട് ഗുണിച്ച് നോക്കുക. എത്രയാണ്? 40 ആണ്. ഇവിടെ നോക്കിയ പോയിന്റിന് ശേഷം എത്ര സംഖ്യകളാണ് ഉള്ളത്? ഇവിടെ ഒന്നുമില്ല. പോയിന്റിന് ശേഷം ഇവിടെ പോയിന്റിന് ശേഷം ഒരു സംഖ്യ ഉണ്ട്. നമ്മൾ ഒരു സംഖ്യ ബാക്കിലേക്ക് വേണം പോയിന്റ് ഇട്ട് കൊടുക്കാൻ. നമുക്ക് 4.0 അല്ലേ, 4.40 അല്ലേ ആൻസർ വരിക. 4.0 അല്ലെങ്കിൽ 4.0 എന്ന് പറഞ്ഞാൽ 4 തന്നെയല്ലേ. 4.0 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ നമുക്ക് 20 into 0.2 എന്ന് പറയുമ്പോൾ 4 ആണ് ആൻസർ വരിക. അപ്പൊ 4 പ്ലസ് 0.04 ഈക്വൽ ടു 100 പ്ലസ് 4 എത്രയാണ്? 104 പ്ലസ് 0.04. നമ്മുടെ ആൻസർ വരിക 104.04. കിട്ടിയല്ലോ. അത്ര. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചില പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ചില പാറ്റേൺസ് ഒക്കെ നിർമ്മിക്കാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് ഇനി ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. ഇതേപോലത്തെ ഒരു പാറ്റേൺ ആണ് തന്നിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു ഇതിന്റെ അടുത്ത കുറച്ച് വരികൾ എഴുതാനായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കിയിട്ട് എങ്ങനെ പാറ്റേൺ വന്നിട്ടുള്ളത്? 1 into 3 equal to 3. 2 square minus 1. 2 square എന്ന് പറഞ്ഞാൽ 4, 4 minus 1 ഉം 3 ആണ്. 2 into 4 equal to 8 ആണ്. 3 square എന്ന് പറഞ്ഞാൽ 9, 9 minus 1 ഉം 8 തന്നെയാണ്. ഇവിടെ 3 into 5 15 ആണ്. 4 square എന്ന് പറഞ്ഞാൽ 16, 16 minus 1 15 തന്നെയാണ്. അപ്പൊ ഈ പാറ്റേൺ എങ്ങനെ വന്നിട്ടുള്ളത് നോക്കിയേ. 1 ഇനി അടുത്ത രണ്ട് ലൈനുകളാണ് നമുക്ക് ആദ്യം എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അടുത്തൊരു വരികൾ എഴുതാൻ പറ്റും. നോക്കി ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അടുത്ത ലൈനിൽ 4 ആയിരിക്കും, പിറ്റത്തെ ലൈനിൽ 5 ആയിരിക്കും. ഇൻറ്റു ആണ് എഴുതിയിട്ടുള്ളത്. പിന്നെ പറഞ്ഞുള്ളത് എങ്ങനെയാണ് 3, 4, 5 എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെ 6 ആയിരിക്കും, ഇവിടെ 7 ആയിരിക്കും അല്ലെ. 4 into 6 എത്രയാണ്? 24
അതേപോലെ 5 into 7 എന്ന് പറഞ്ഞാൽ 35 ആണ്. ഇനി ഇതിനെ മാറ്റി ഇപ്പുറത്തെ സൈഡ് എങ്ങനെ എഴുതുന്നത് നോക്കിയേ. 2 square minus 1, അടുത്ത ലൈനിൽ 3 square minus 1, 4 square minus 1, അപ്പൊ അടുത്തത് 5 square minus 1 ആണോ ചെക്ക് ചെയ്ത് നോക്കണം. 4 into 6 24 ആണ്. 5 square 25, 25 minus 1 എന്ന് പറയുന്നത് 24 തന്നെയാണ്. ഇനി അടുത്ത ലൈന് എന്തായിരിക്കും അപ്പൊ വരിക? 2 3 4 5 കഴിഞ്ഞു അടുത്ത 6 square minus 1 ആയിരിക്കും. നോക്കിയേ 6 square എന്ന് പറഞ്ഞാൽ 36, 36 minus 1 35. ഈ രീതിയിൽ നിങ്ങൾക്ക് അടുത്ത വരികളൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കിയേ. ഇവിടുത്തെ ഫസ്റ്റ് ലൈൻ ഒന്ന് നോക്കുക. നോക്കിയേ 1 3 പിന്നെ 2 ഈ 3 സംഖ്യകളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. 1 2 3 ഈ 3 സംഖ്യകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങനെ കിട്ടിയിട്ടുള്ളത്? ആദ്യം ചെയ്തത് ലെഫ്റ്റ് സൈഡിൽ എന്താ ചെയ്തത്? 1 into 3 അല്ലെ. 1നെ 3 കൊണ്ട് ഗുണിച്ചു, എന്നിട്ടാണ് ഈ സൈഡ് എടുത്തത് അല്ലെ. ഇപ്പുറത്തെ സൈഡോ ഇവിടെ സ്കിപ്പ് ചെയ്ത് നമ്മൾ എടുക്കാത്ത നമ്പർ 2 സ്ക്വയറിൽ നിന്നും -1 ആണ് ചെയ്തത്. ഇനി അതേപോലെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നോക്കി 2ഉം 4ഉം നമ്മൾ നോക്കുന്നത് ഈ ആൻസറിന്റെ ഭാഗമല്ല, ഇപ്പുറം നോക്കുന്നത് കേട്ടോ. നോക്കി 2 4ഉം 3ഉം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അതായത് 2 2 3 4 ഓർഡറിൽ പറയുകയാണെങ്കിൽ 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം എന്താ ചെയ്തത്? 2നെ 4 കൊണ്ട് ഗുണിച്ചു അല്ലെ. ഇപ്പുറത്തെ സൈഡിൽ എന്താ ചെയ്തത്? നമ്മൾ എടുക്കാത്ത സംഖ്യ മിഡിലുള്ള നമ്പർ 3 square minus 1 ആണ് ചെയ്തിട്ടുള്ളത്. ഇനി അതേപോലെയാണോ ഇവിടെ ചെയ്തിട്ടുള്ളത്? നോക്കി 3 4 5 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ ചെയ്തത്? 3 into 5 കണ്ടാ, 3 into 5 ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മിഡിലുള്ള നമ്പർ 4 square minus 1 ആണ് ഇപ്പുറത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് പാറ്റേൺ ശരിയാവുന്നത്. അതന്നെയല്ലേ നമ്മൾ എഴുതിയതിലും വന്നിട്ടുള്ളത്. നോക്കി 4 5 6 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4 5 6 എന്ന് പറഞ്ഞിട്ടുള്ള 3 നമ്പേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം ചെയ്തത് 4 into 6 ഓക്കെ. പിന്നെ നമ്മൾ ചെയ്തത് എന്താ? മിഡിൽ ഇതിന്റെ രണ്ടിന്റെ അത് ഇടയിലുള്ള നമ്പർ 5 സ്ക്വയറിൽ നിന്നും 1 മൈനസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? അടുത്തടുത്ത് കിടക്കുന്ന 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുത്ത് അതിന്റെ അറ്റത്ത് കിടക്കുന്ന 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കിയ സ്കിപ്പ് ചെയ്ത നമ്പർ ഇല്ലേ, നടുവിലത്തെ നമ്പറിന്റെ സ്ക്വയറിൽ നിന്നും 1 കുറച്ചതായിരിക്കും എന്നാണ് ഈ പാറ്റേണിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനി അതൊന്ന് ജനറലി പ്രൂവ് ചെയ്യാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ജനറലി പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ ഓൾജിബ്ര ഉപയോഗിച്ചിട്ട് ഇതൊന്ന് പ്രൂവ് ചെയ്യണം. എല്ലാ നമ്പേഴ്സിനും ഇത് ശരിയാണെന്നൊന്ന് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 നമ്പേഴ്സ് എടുക്കുകയാണ്. ഓൾജിബ്ര ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ നമ്പർ x എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? x + 1 ആയിരിക്കും അല്ലെ. പിറ്റത്തെ നമ്പറോ x + 2 ആയിരിക്കും. അടുത്തടുത്ത് കിടക്കുന്ന 3 നമ്പേഴ്സ് ആണ് x + 1 x + 2. അടുത്തടുത്ത് കിടക്കുന്ന 3 എണ്ണൽ സംഖ്യകളല്ലേ നമ്മൾ എടുത്തിരുന്നത്. അപ്പൊ ഈ രീതിയിൽ എടുക്കും. ഇനി എന്ത് ചെയ്യും? അടുത്തടുത്ത് കിടക്കുന്ന 2 നമ്പേഴ്സിനെ ഗുണിക്കുക ചെയ്യുന്നത്. നോക്കിയേ x into x + 2 ചെയ്ത് നോക്കി എത്ര വരിക? x into x x² പ്ലസ് x into 2 എന്ന് പറയുമ്പോൾ 2x. അപ്പൊ നമുക്ക് കിട്ടി x² + 2x. ഇനി എന്ത് ചെയ്യും? നടുവിലത്തെ നമ്പറിന്റെ സ്ക്വയർ കാണണം. അപ്പൊ നോക്കിയേ x + 1 whole square equal to എത്ര എങ്ങനെ വരിക? a plus b x plus y whole square എന്നുള്ള രീതിയിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ എടുക്കും പ്ലസ് 2 into x into 1. അപ്പൊ 2 into x into 1 എന്ന് പറയുമ്പോൾ 2x അല്ലേ. 2 into x എന്ന് പറയുമ്പോൾ 2x into 1 എന്ന് പറഞ്ഞാൽ 2x തന്നെ പ്ലസ് 1 സ്ക്വയർ. നമുക്ക് കിട്ടി x² + 2x + 1 കിട്ടി. ഇനി എന്ത് ചെയ്യും? ഈ x + 1 whole squareൽ നിന്നും 1 മൈനസ് ചെയ്ത് നോക്കി. അത് അങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. നടുവിലത്തെ നമ്പറിന്റെ സ്ക്വയർ കണ്ട് -1 ചെയ്ത് നോക്കണം. അപ്പൊ ചെയ്ത് നോക്കിയേ. അപ്പൊ എന്താ കിട്ടുന്നത് നോക്കാം. അപ്പൊ നമുക്ക് x + 1 whole square എന്ന് പറഞ്ഞാൽ x² + 2x + 1 ആണ്. അതിൽ നിന്നും -1 എന്ന് പറയുമ്പോൾ -1 ഇട്ട് കൊടുത്തു. നമുക്ക് ആൻസർ കിട്ടി x² + 2x + 1 -1 പോവുമല്ലോ. നമുക്ക് കിട്ടി x² + 2x കിട്ടി. ഇതന്നെയല്ലേ നമുക്ക് ആദ്യം കിട്ടിയത്? x into x + 1 എന്ന് പറയുന്നത് x² + 2x ആണ്. x + 1 whole square -1 എന്ന് പറഞ്ഞതും x² + 2x ആണ്. അപ്പൊ നമുക്ക് പറയാം therefore x into x + 2 equal to x + 1 the whole square -1 എന്ന് പറയാനായിട്ട് പറ്റും.
ഇവിടെ എക്സിന്റെ വാല്യൂസ് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഏത് നമ്പർ ഇട്ട് കൊടുത്താലും ഇത് ശരിയാണ്. നമ്മളിത് ജനറലി പ്രൂവ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ എഴുതാനായിട്ട് സാധിച്ചത്. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് മറ്റൊരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പാറ്റേൺ ആണ് തന്നിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നോക്കിയേ, 3 = 2 square minus 1, 5 = 3 square minus 2 square, 7 = 4 square minus 3 square. 3 5 7 അങ്ങനെ പോകുന്നത് ലെഫ്റ്റ് സൈഡ്. അതായത് ഇത് ഒന്നിനേക്കാൾ വലിയ ഒറ്റ സംഖ്യകളാണ്. 1 വരുന്നില്ല, 1നേക്കാൾ വലിയ ഓഡ് നമ്പേഴ്സ് ആണ്. 3 5 7. ഇനി അടുത്ത വരിയില് 9 ആയിരിക്കും, അടുത്ത വരിയില് 11 ആയിരിക്കും. അങ്ങനെയാണ് പോകുന്നത്. ഇതിന്റെ റൈറ്റ് സൈഡോ 2 square minus 1, 3 square minus 2 square, 4 square minus 3 square. അതായത് അടുത്തടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത് അല്ലെ. 2ഉം 1ഉം അടുത്തടുത്ത് വരുന്ന രണ്ട് നമ്പേഴ്സ് ആണ്, അതിന്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണ്. 3ഉം 2ഉം അടുത്തടുത്ത് വരുന്ന രണ്ട് നമ്പേഴ്സ് ആണ്, അതിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസ് ആണ്. 4ഉം 3ഉം തൊട്ടടുത്ത് വരുന്ന നമ്പേഴ്സ് ആണ്, അതിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസ് ആണ്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് എല്ലാ ഓഡ് നമ്പേഴ്സും ഒന്നിനേക്കാൾ വലുത്, അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഒന്നിനേക്കാൾ വലിയ എല്ലാ ഓഡ് നമ്പേഴ്സിനെയും നമുക്ക് ഇതേപോലെ അടുത്തടുത്ത് വരുന്ന രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നിനേക്കാൾ വലിയ എല്ലാ ഓഡ് നമ്പേഴ്സിനെയും അത് കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ വ്യത്യാസമായിട്ട് എഴുതണം എന്നാണ് പ്രൂവ് ചെയ്യുന്നത്, ഡിഫറൻസ് ആയിട്ട് എഴുതണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം എല്ലാ ഓഡ് നമ്പേഴ്സിനെയും നമുക്ക് ജനറലി നമുക്ക് ഏത് ഫോമിൽ എഴുതാൻ പറ്റും? 2x + 1 എന്ന ഫോമിൽ എഴുതാൻ പറ്റും എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലെ. എല്ലാ ഓഡ് നമ്പേഴ്സിനെയും നമുക്ക് 2x + 1 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാല് ഒന്നിനേക്കാൾ വലിയ എല്ലാ ഓഡ് നമ്പേഴ്സിനെയും കേട്ടോ. ഇവിടെ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 2 × 1 2, 2 + 1 3 കിട്ടും. 2 കൊടുത്താലോ 2 × 2 4, 4 + 1 5. അടുത്ത ഓഡ് നമ്പർ ആണ്, 5 കിട്ടി. ഇനി 3 കൊടുത്താൽ പിറ്റത്തെ ഓഡ് നമ്പർ അതായത് 7 കിട്ടും അല്ലെ. 3 കൊടുത്തൊക്കെ 3 × 2, 2 × 3 എന്ന് പറയുമ്പോൾ 6, 6 + 1 7. അപ്പൊ എല്ലാ ഓഡ് നമ്പേഴ്സ് ഒന്നിനേക്കാൾ വലിയ എല്ലാ ഓഡ് നമ്പേഴ്സിനെയും നമുക്ക് 2x + 1 എന്നുള്ള ഫോമിൽ എഴുതാനായിട്ട് പറ്റും. അവിടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 2 3 എന്ന് പറഞ്ഞിട്ട് ഏത് വേണമെങ്കിലും കൊടുക്കാം. x = 1 2 3 എന്ന് പറഞ്ഞിട്ട് ഏത് കൊടുത്താലും നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഓരോ ഒറ്റ സംഖ്യകളാണ് കിട്ടുന്നത്. അപ്പോ നമുക്ക് ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, അടുത്തടുത്ത് എടുക്കുന്ന രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ഈ ഫോമിലാണെന്ന് കാണിച്ചാൽ മതി. അപ്പൊ നമ്മൾ രണ്ട് നമ്പേഴ്സ് എടുക്കുകയാണ്. ലെറ്റ് 2 നമ്പേഴ്സ്, രണ്ട് അടുത്തടുത്ത് എടുക്കുന്ന രണ്ട് നമ്പേഴ്സ്. ആദ്യത്തെ നമ്പറിനെ എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ അടുത്ത നമ്പർ എത്ര എടുക്കണം? x + 1. ഇതാണ് രണ്ട് അടുത്തടുത്ത് എടുക്കുന്ന രണ്ട് നാച്ചുറൽ നമ്പേഴ്സ്, രണ്ട് എണ്ണൽ സംഖ്യകൾ. നമുക്ക് എന്താ കാണേണ്ടത്? ഇതിന്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ ഈ റൈറ്റ് സൈഡ് ആണ് നമ്മൾ ആദ്യം എഴുതുന്നത് കേട്ടോ. ഇതിന്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് 2x + 1 എന്നുള്ള ഫോം ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ വലിയ സംഖ്യയുടെ സ്ക്വയർ വേണം ആദ്യം എഴുതാൻ. x + 1 ഹോൾ സ്ക്വയർ എടുത്തു. അതിൽ നിന്നും x² ആണ് നമുക്ക് കാണേണ്ടത്. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ x + 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ആദ്യം എഴുതി നോക്കാം. x + 1 ഹോൾ സ്ക്വയർ = എന്താണ്? x² പ്ലസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ എടുക്കും, പ്ലസ് 2 × x × 1, അതായത് 2 × x × 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2x തന്നെ, പ്ലസ് 1² എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി അടുത്ത എന്താണ്? x + 1 ഹോൾ സ്ക്വയറിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? x² മൈനസ് ചെയ്യണം. x + 1 ഹോൾ സ്ക്വയറിൽ നിന്നും x² മൈനസ് ചെയ്യുക. അതായത് x² + 2x + 1ൽ നിന്നും എന്ത് കുറയ്ക്കുക? x² കുറയ്ക്കുക. അപ്പൊ നോക്കിയേ, x² ഉണ്ട് -x² ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് എത്ര ആൻസർ വന്നത്? 2x + 1 കിട്ടി. അതായത് ഇതൊരു ഓഡ് നമ്പറിന്റെ ഫോം അല്ലേ, നമുക്ക് കിട്ടി. രണ്ടടുത്തടുത്ത് കിടക്കുന്ന ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞ് അതിന്റെ ഡിഫറൻസ് കണ്ടാൽ നമുക്ക് അതൊരു ഓഡ് നമ്പർ ആയിരിക്കും എന്ന് നമ്മൾ ജനറലി പ്രൂവ് ചെയ്തു. നോക്കി, ഇതന്നെ ഞാൻ ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. 2x + 1 ഇപ്പുറത്തേക്ക് എഴുതി, ഈ സൈഡ് ഞാൻ റൈറ്റ് സൈഡിലേക്ക് മാറ്റി എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ആ ഫോമിലല്ലേ നമ്മുടെ പാറ്റേൺ കിട്ടുന്നത്. ഇത് നോക്കി, ഇത് ശരിയല്ലേ? നോക്കി, ഇവിടെ ഓരോ വാല്യൂ എക്സിന് ഇട്ട് നോക്കി നോക്കി. x = 1 ഇട്ട് കൊടുക്കുക. 1 ഇട്ട് കൊടുത്ത് നോക്കിയേ, 2 × 1 2, 2 + 1 എന്ന് പറയുന്നത് 3 = ഇവിടെ 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 + 1 2, 2² - 1² എന്ന് കിട്ടി. അതല്ലേ നമ്മുടെ ആദ്യത്തെ വരിയിൽ ഉണ്ടായിരുന്നത്.
അതെ. ഇനി അതേപോലെ എക്സിന് 2 ഇട്ട് കൊടുത്തു നോക്കിയേ. 2 എടുക്കുമ്പോ 2 × 2 4, 4 + 1 5 ആണ്. ഈക്വൽ ടു 2 + 1 3, 3² എന്ന് പറയുന്നത് എഴുതി -2². എക്സിന് 2 കൊടുക്കുമ്പോൾ 2², 3² - 2², 5 = 3² - 2². അതും കിട്ടി. ഇനി എക്സിന് 3 കൊടുത്തു നോക്കിയേ. 3 കൊടുത്താൽ എന്താ കിട്ടുന്നത്? 2 × 3 6, 6 + 1 7 ആണ്. ഈക്വൽ ടു 3 + 1 4, 4² - 3². ഇതല്ലേ മൂന്നാമത് വന്നിട്ടുള്ളത്. 7 = 4² - 3². കണ്ടില്ലേ? അപ്പൊ ഈ എക്സിന് ഓരോ വാല്യൂ ഇട്ടാലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പെർഫെക്റ്റ് സ്ക്വയർസിന്റെ ഡിഫറൻസ് ഒരു ഓഡ് നമ്പർ ആണ് എന്ന രീതിയിൽ എഴുതാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ജനറലി പ്രൂവ് ചെയ്തു. എന്താ ചെയ്തത്? അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് നമ്പേഴ്സ്, രണ്ട് എണ്ണൽ സംഖ്യകൾ, അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ ഡിഫറൻസ്, വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ, ഒന്നിനേക്കാൾ വലിയ ഓഡ് നമ്പർ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് വേറൊരു എക്സാമ്പിളും കൂടി ഉണ്ട് നിങ്ങൾക്ക്. അതിലെന്താ പറഞ്ഞത്? അടുത്ത എക്സാമ്പിളില് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ആർ അഗെയിൻ ഓഡ് നമ്പേഴ്സ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. എന്താണ്? എല്ലാ ഓഡ് നമ്പേഴ്സിന്റെയും സ്ക്വയേഴ്സ് വീണ്ടും ഒരു ഓഡ് നമ്പർ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഓഡ് നമ്പേഴ്സിന്റെയും സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ ഓഡ് നമ്പേഴ്സിനെയൊക്കെ നമുക്ക് എങ്ങനെ എഴുതാം? ഒറ്റ സംഖ്യകളെയൊക്കെ എങ്ങനെ നമ്മൾ ജനറലി എഴുതാറുള്ളത്? ഇത് നമ്മൾ ജനറലി പ്രൂവ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. എല്ലാ ഓഡ് നമ്പേഴ്സിന്റെയും സ്ക്വയർ എടുത്താൽ അതൊരു ഓഡ് നമ്പർ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏതൊരു ഓഡ് നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 × x + 1 എന്ന രീതിയിലേക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റും. ഇനി എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇതിന്റെ സ്ക്വയർ എടുക്കുന്നു. 2x + 1 ഹോൾ സ്ക്വയർ. ഇതിപ്പോ 1ന്റെ കേസ് ഇവിടെ കിട്ടണമെന്നില്ല, കാരണം 1ന്റെ സ്ക്വയർ ഓൾറെഡി 1 തന്നെയാണല്ലോ, അതൊരു ഓഡ് നമ്പർ തന്നെയാണ്. ഇനി അടുത്തത്, ഇനി 3ന്റെ സ്ക്വയർ ഓഡ് നമ്പർ ആണോ, 5ന്റെ സ്ക്വയർ ഓഡ് നമ്പർ ആണോ, 7ന്റെ സ്ക്വയർ ഓഡ് നമ്പർ ആണോ എന്നൊക്കെയാണ് നമ്മൾ കണ്ടെത്താനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കി, ഇവിടെ ഞാൻ ഒരു ഓഡ് നമ്പർ എടുത്തു. 2x + 1 എന്നുള്ള ഫോമിലായിരിക്കും എന്തായാലും ആ ഓഡ് നമ്പർ. അതിന്റെ സ്ക്വയർ എടുക്കുകയാണ്. ഈക്വൽ ടു ഇങ്ങനെ ചെയ്യാം. ഫസ്റ്റത്തെ നമ്പർ 2x ആണ്, അതിന്റെ സ്ക്വയർ ആദ്യം എടുക്കും, നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് 2 × 2x × 1 അല്ലേ? 2 × 2x × 1 ഇൻറ്റു ആണ് കേട്ടോ, എക്സ് അല്ല, ഇവിടെ നടുവിലുള്ളത് ഇൻറ്റു ആണ്. പ്ലസ് എന്താണ്? 1² ഇങ്ങനെ എഴുതാം. ഇതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, x², 4x², രണ്ടിനും സെപ്പറേറ്റ് സ്ക്വയർ കൊടുക്കുക. 2² 4 x² എഴുതി. പ്ലസ് 2 × 2 4, 4 × x വരും അല്ലെ? 4x പ്ലസ് 1² എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ഇങ്ങനെ എഴുതാം അല്ലേ? ഇനി ഇതൊരു ഓഡ് നമ്പർ ആണോ? ഇതൊരു ഓഡ് നമ്പർ തന്നെയാണ്, കാരണം വേണമെങ്കിൽ ഇതിനൊന്നും കൂടി ചെറുക്കി എഴുതാം. നോക്കി, ഇവിടെ രണ്ടോടത്തും അതെ 4ഉം x അതെ കോമൺ ആണ്. അപ്പൊ 4x നമ്മളൊന്ന് പുറത്തേക്ക് എടുക്കാം. ഈ രണ്ടെണ്ണത്തിലും അതെ 4x എന്ന് പറയുന്നത് കോമൺ ആണ്. ഈ 4x പുറത്തേക്ക് എടുത്താൽ ഇവിടെ ആരുണ്ട്? 4x പോയാൽ ബാക്കി ഒരു x കൂടി ഉണ്ട്. ഇത് 4x² എന്ന് പറഞ്ഞാൽ 4 × x × x ആണ്. എന്നിട്ട് ഒരു 4x പോയാൽ ബാക്കി അതിന്റെ ഉള്ളിൽ ഒരൊറ്റ x ബാക്കിയുള്ളൂ, അത് എഴുതി. പ്ലസ് ഈ 4x ഇങ്ങോട്ട് പോയി, ബാക്കി ഉള്ളിൽ ആരുണ്ടാവും? 1 ഉണ്ടാവുക. 4x × 1 ആണല്ലോ ശരിക്കും 4x എന്ന് പറഞ്ഞാല്. 4x പുറത്തേക്ക് പോയാൽ ഉള്ളിൽ 1 ഉണ്ടായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ ഇതൊന്നും ഉള്ളിലേക്ക് ഇട്ട് നോക്കി തന്നെയല്ലേ കിട്ടുക? 4x × x 4x², 4x × 1 എന്ന് പറയുമ്പോൾ 4x. കണ്ടില്ലേ? ഈ +1 അതേപോലെ ഇട്ടു. ഇനി നോക്കി, ഇത് എന്തായാലും ഒരു ഓഡ് നമ്പർ ആയിരിക്കില്ലേ? കാരണം എന്താണ്? 4 × x × x + 1 എന്ന് പറയുന്നത് എന്തായാലും, ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എന്തായാലും ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ? 4 × x × x + 1 എന്ന് പറയുന്നത് 4 കൊണ്ട് ഗുണിച്ചിരിക്കുകയല്ലേ? അപ്പൊ എന്തായാലും ഇത് 4ന്റെ ഒരു ഗുണനമാണ്. അപ്പൊ എന്തായാലും ഇതൊരു ഈവൻ നമ്പർ ആയിരിക്കും. ഈ ഈവൻ നമ്പറിന്റെ കൂടെ ഒരെണ്ണം ആഡ് ചെയ്യോ, ഒന്നിനെ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ അടുത്ത നമ്പറാണ്. ഈവൻ നമ്പർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമ്പർ എന്താണ്? ഓഡ് നമ്പർ ആണ്. അപ്പൊ എന്തായാലും ഈ ടേം, ഇത് മൊത്തം എന്ന് പറയുന്നത് ഇതെന്തായിരിക്കും? ഈ നമ്പർ എന്ന് പറയുന്നത് എന്തായാലും ഒരു ഓഡ് നമ്പർ ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്തത്? ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് ഓഡ് നമ്പർ കിട്ടും എന്ന് നമ്മൾ ജനറലി പ്രൂവ് ചെയ്തു. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞ് ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു
ജനറൽ പ്രിൻസിപ്പിൾ കൂടി പറയാനായിട്ട് പറ്റും. അതെന്താന്ന് വെച്ചാല് ഇത് നോക്കിയേ, ഈ ആൻസർ തന്നെ നോക്കുക. 4 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ എന്തായാലും ഈ നമ്പറിനെ, ഇത് മൊത്തത്തിനെ 4 കൊണ്ട് ഹരിച്ചാല് നമുക്ക് എന്തായാലും 1 ശിഷ്ടം വരുമല്ലോ. കാരണം ഇത്രയും ഭാഗം ഡിവിസിബിൾ ബൈ 4 ആണ്, കാരണം 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ബാക്കി ഒരു 1 കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ ശിഷ്ടം റിമൈൻഡർ 1 കിട്ടും. അതായത് ഈ നമ്പറിനെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് റിമൈൻഡർ 1 കിട്ടും. അതായത് ഏതൊരു ഒറ്റ സംഖ്യയുടെയും സ്ക്വയറിനെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം 1 കിട്ടും എന്ന ഒരു പ്രിൻസിപ്പിൾ കൂടി നമുക്ക് ഇതിന്ന് പറയാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റും. അതെന്താന്ന് വെച്ചാല് ഇവിടെ നോക്കി എക്സ് പ്ലസ് 1 രണ്ട് നമ്പേഴ്സ് എക്സ് എടുക്കുന്നുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്തെ സംഖ്യയായിരിക്കും എക്സ് പ്ലസ് 1 അല്ലെ. എക്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന എണ്ണൽ സംഖ്യ ആയിരിക്കും എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത്. അപ്പോ ഈ രണ്ട് നമ്പേഴ്സിലെ ഏതെങ്കിലും ഒന്ന് എന്തായാലും ഈവൻ നമ്പർ ആയിരിക്കും. ഇതിലെ ഒന്ന് എന്തായാലും ഓഡ് നമ്പർ ആയിരിക്കും, ഒന്ന് ഈവൻ നമ്പർ ആയിരിക്കില്ലേ. അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് സംഖ്യകൾ എടുത്താല് ഏതെങ്കിലും ഒന്ന് എന്തായാലും ഈവൻ നമ്പർ ആവില്ലേ. 2ഉം 3ഉം എടുത്തു, അതിലൊരു ഈവൻ നമ്പർ ഉണ്ട് 2. അപ്പൊ 10ഉം 11ഉം എടുത്തു, അതിലൊരു ഈവൻ നമ്പർ ഉണ്ട് 11. ഇനി 13ഉം 14ഉം എടുത്തു, അതിലൊരു ഈവൻ നമ്പർ ഉണ്ട് 14. അപ്പൊ അടുത്തടുത്ത് കിടക്കുന്ന ഏത് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം ഈവൻ ആയിരിക്കും, ഒന്ന് ഓഡ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഒന്ന് എന്തായാലും അത് 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 2 കൊണ്ട് ഗുണിക്കാൻ പറ്റുന്നതായിരിക്കും, ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ ആയിരിക്കും അല്ലെ. ഏതെങ്കിലും ഒന്ന് ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് 2 ഇൻറ്റു y എന്നുള്ള ഫോമിലൊക്കെ എഴുതാൻ പറ്റും. അതിലേക്കൊന്നും പോകണമെന്നില്ല. എന്തായാലും 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഇത് അല്ലെങ്കിൽ ഇത്. അപ്പൊ എന്തായാലും ഈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നുള്ളത് ഇത്രയും ഭാഗം, ഈ 4ന് ഞാൻ എടുത്തിട്ടില്ല, ഇതിന്റെ ഉള്ളിലുള്ള ഈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എന്തായാലും 2 ഇൻറ്റു y എന്നുള്ള ഫോമില് അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പർ ആയിരിക്കും. മൊത്തം എടുക്കുകയാണെങ്കിൽ അതെന്തായാലും 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതില് എന്തായാലും ഒരു ഈവൻ നമ്പർ ഉണ്ടായിരിക്കും, അത് 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് 4 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്തായാലും അത് 4 ഇൻറ്റു 2 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ പ്ലസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ നമ്പറിനെ നമ്മൾ 8 കൊണ്ട് ഹരിച്ചാലും നമുക്ക് ശിഷ്ടം എന്ത് കിട്ടും, 1 കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് പറയാം ഈ ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എടുത്ത് അതിനെ 8 കൊണ്ട് ഹരിച്ചാലും നമുക്ക് ശിഷ്ടം 1 കിട്ടും. ഓഡ് നമ്പറിന്റെ സ്ക്വയർ നേരത്തെ പറഞ്ഞത്, ഓഡ് നമ്പറിന്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഹരിച്ചാലും നമുക്ക് ശിഷ്ടം 1 കിട്ടും, 8 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 1 കിട്ടും. അപ്പൊ അത്രയും കാര്യങ്ങൾ ജനറൽ ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഇനി ഇതിന് കുറച്ചും കൂടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ടെക്സ്റ്റിൽ, അതെന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതിൽ ബാക്കി പ്രോബ്ലംസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണുകളിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ബാക്കി പ്രോബ്ലംസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.